ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോ വാന ഗ്രാൻഡ്മ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ മിങ് ഗ്രാൻഡ്മയുടെ കൈയും പിടിച്ചിരിക്കുവാണ്. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്തായാലും വയസ്സായില്ലേ, അതിന്റെയാണ്, ഒന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാവുമെന്നും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും റിപ്പോർട്ട് വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് ഡോക്ടറിന്റെ പുറകെ വാനയും പോകും. അപ്പോഴും മിങ് ഗ്രാൻഡ്മയുടെ കൈയൊന്നും വിട്ടിട്ടില്ല, മുറുകെ പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്. ആ ടൈമിന് ഗ്രാൻഡ്മയും ഷാന വന്ന് പറഞ്ഞത് സത്യമാണോ, നിനക്ക് പ്രമോഷൻ കിട്ടണമെങ്കിൽ ഷിംഗ്ലി ഹോട്ടലിൽ നിനക്കായിട്ട് എഴുതി തരണമോ എന്ന് ഇങ്ങനെ ചോദിക്കും. മിങ്ങും മടിച്ചാണെങ്കിലും അതെ അങ്ങനെയാണെന്ന് ഇങ്ങനെ പറയും. അല്ലടാ, നിന്റെ റൂൾസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഗ്രാൻഡ്മക്ക് ഇഷ്ടമുള്ള പോലെ റൂൾസ് ഒക്കെ ഞാൻ മാറ്റും എന്ന് പറയും. അപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് വീണ്ടും ഗ്രാൻഡ്മ ചോദിക്കും. എനിക്ക് ഈ ഷിംഗ്ലി ഹോട്ടലൊന്നും വേണ്ട, എന്റെ ഗ്രാൻഡ്മ നന്നായി വന്നാൽ മാത്രം മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഗ്രാൻഡ്മക്കും ഹാപ്പി ആകും. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ പോലെ നീ സംസാരിക്കുന്നത്, നിന്നില് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. അതേ ടൈം ഹുവാന റിസപ്ഷനിൽ നിൽക്കുമ്പോ ഹുവാനയുടെ പാരന്റ്സ് അകത്തേക്ക് കയറി വരും. അമ്മയും ഹുവാനയും നേർക്കുനേർ കാണുന്നുണ്ടെങ്കിലും വലിയ രീതിക്ക് മൈൻഡ് ഒന്നും കൊടുക്കില്ല. എന്തായാലും വാ, ഞാൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാന്നും പറഞ്ഞ് ഹുവാന പയ്യെ ഞൊണ്ടി നടക്കും. ഇത് കാണുമ്പോൾ തന്നെ അമ്മയും ദേ അവൾക്ക് എന്തോ പറ്റി, അവള് നടക്കുന്നത് കണ്ടില്ലേ, എന്ത് പറ്റിയതാണെന്ന് ഒന്ന് ചോദിക്കെന്ന് പറയും. അപ്പൊ തന്നെ അച്ഛൻ മോളെ നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്താണ് പറ്റിയതെന്ന് അമ്മ ചോദിക്കാൻ പറഞ്ഞു എന്ന് പറയും. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ജസ്റ്റ് കാലൊന്നും തട്ടി, അതിന്റെ ഒരു ഉളുക്ക് മാത്രമേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഗ്രാൻഡ്മ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലും. അപ്പോഴും ഇങ്ങ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ ഓക്കെയാണ്, എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്ന് ഇവരെ കാണുമ്പോ തന്നെ ഗ്രാൻഡ്മയും പറയും. അപ്പൊ തന്നെ ഹുവാന, നിങ്ങൾ എന്തിനാണ് ആ വീട്ടില് താമസിക്കുന്നത്, ഞാൻ പുറത്ത് വേറൊരു വീട് വാടകയ്ക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ആ വീട് റിനോവേറ്റ് ചെയ്യാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ, നീ റെന്റിന് വീടൊന്നും എടുക്കണ്ട, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരില്ല എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത്തിരി ഹാർഷായിട്ട് തന്നെ സംസാരിക്കും. ഇത് കേൾക്കുമ്പോ ഗ്രാൻഡ്മയും എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ചെയ്യാനാണ്, 30 വയസ്സ് വരെ ഒരു പെൺകുട്ടീനെ വളർത്തി, ഇപ്പോഴേ പാരന്റ്സിന് വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇനി അവളുടെ ഔദാര്യത്തിൽ ഞാൻ ജീവിക്കണോ, എന്നെ കൊണ്ട് എന്തായാലും അതിന് സാധിക്കില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഗ്രാൻഡ്മ, അല്ല നിന്റെ മോൻ ഒരു ചെറിയ കട്ടിലിട്ട് ഹോളിലല്ലേ കിടക്കുന്നത്, ഇനി അങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്ക് ഒരു വീടുണ്ട്, ഞാൻ അവിടെ താമസിക്കുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സർവൻസിനെ വെച്ച് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്, അതുകൊണ്ട് വീട് നല്ല രീതിക്ക് കിടക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയി താമസിച്ചോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനയുടെ അമ്മക്ക് ഭയങ്കര ഹാപ്പി ആകും. എന്ത് ഷാങ്കായിലോ, പുതിയ വീടോ ഞങ്ങൾക്കോ, എനിക്ക് ഇത് കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഹുവാനയുടെ അമ്മ എപ്പോഴത്തെയും പോലെ തന്നെ പിറുപിറാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ഹുവാന, വേണ്ട ഗ്രാൻഡ്മ, ഞങ്ങൾ എന്തായാലും വേറൊരു വീട് റെന്റിന് എടുത്തോളാന്ന് പറയും. അതേ മോളെ, അതാ നല്ലത്, ഇനിയും അമ്മേനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, ഞങ്ങള് വേറൊരു വീട് റെന്റിന് എടുത്തോളാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ ചാടിക്കേറി, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, അമ്മ മുൻകൈ എടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുവല്ലേ, അപ്പൊ നമ്മളതൊക്കെ വാങ്ങണ്ടേന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ഓവറായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങും ഇരുന്ന് കണ്ടോണ്ടിരിക്കാണ്. അതേ ടൈം ഗ്രാൻഡ്മ ഇവളെ പറഞ്ഞു തിരുത്താനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് പയ്യെ ഹുവാനനെ നോക്കും. അപ്പൊ തന്നെ ഹുവാനയും, വേണ്ട ഗ്രാൻഡ്മ, എന്തായാലും എനിക്ക് ഇവരെ കൂടെ താമസിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയും. നീ അവരെ കൂടെ താമസിക്കണ്ട, അത് ഞാൻ നിർബന്ധിച്ചില്ലല്ലോ, എന്തായാലും എന്റെ റൂമിലെ ഡ്രോയറില് എന്റെ വീടിന്റെ കീ ഉണ്ട്, നീ എന്തായാലും അത് ചെന്നെടുക്ക്, എന്നിട്ട് ഇവരെ സേഫ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരാനായിട്ട് പറയും. പിന്നെ വേറൊന്നും പറയാനായിട്ട് ഹുവാനക്കും പറ്റില്ല. അങ്ങനെ കീയുമായിട്ട് ഗ്രാൻഡ്മയുടെ വീടുള്ള സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏരിയ തന്നെ ഇതിൽ റിച്ച് ആണ്, എന്താണിത്, ഈ ഏരിയ തന്നെ എന്തൊരു റിച്ച് ആണ്, എന്തോരം വലിയ വലിയ വീടുകളാണുള്ളത്, ഇതിനുള്ളിലാണോ നമുക്ക് വീടുള്ളതെന്നും പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അകത്തേക്ക് കയറി ചെല്ലും. അതാണെങ്കിലും നല്ല ഭംഗിയുള്ള വലിയൊരു വീടാണ്. ഇത് കാണുമ്പോ വീണ്ടും ഹുവാനയുടെ അമ്മക്ക് ഒരുപാട് ഹാപ്പി ആകും. ഇത്രയും വലിയ വീടിന്റെ ഓണേഴ്സ് ആണോ നമ്മളെന്നും ചോദിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അമ്മ, ഇത് നമ്മുടെ സ്വന്തം വീടൊന്നും അല്ല, ഗ്രാൻഡ്മ നമുക്ക് റെന്റിന് തന്നേക്കുന്നു, അത്രയേ ഉള്ളൂ, വീടിന്റെ റിനോവേഷൻ കഴിയുമ്പോൾ മര്യാദക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളണമെന്ന് പറയും. ഓക്കെ, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് പുള്ളിക്കാരി വീണ്ടും പഴയ പടി തന്നെ ആകും. അപ്പൊ തന്നെ ഹുവാന, അച്ചാക്കി കയ്യിൽ വെച്ചോ, നിങ്ങൾ എന്നിട്ട് അകത്തേക്ക് പോയിക്കോ, ഞാൻ ഗ്രാൻഡ്മനെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണെന്നും പറഞ്ഞ് ഹുവാന അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവര് 3 പേരും കൂടി വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറും. പുറത്തേക്കാളും ഭംഗിയാണ് അകത്ത്, അത്ര
അത്രയും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ വീട് നമുക്കൊന്നുള്ള രീതിയിൽ ഹുവാനയുടെ അച്ഛനും ഷാവും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ അമ്മയാണെങ്കിലും അവൾ എന്റെ അടുത്ത് ഒരു വാക്ക് പോലും മിണ്ടാണ്ട് പോയി എന്നും പറഞ്ഞ് സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ തന്നെ അച്ഛനും അമ്മേനെ പിടിച്ചെടുത്ത് സമാധാനിപ്പിക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് ഒരുപാട് വർക്കൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവൾ ഇത്തിരി ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നിന്റെ അടുത്ത് മിണ്ടാണ്ടിരുന്നത്. നീ എന്തായാലും വിഷമിക്കണ്ട, അവളൊന്ന് കൂളാവുമ്പോ അവൾ എന്തായാലും നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇനി അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ അമ്മ ഡിസ്ചാർജ് ആകുമ്പോ അമ്മേനെ ഒരു ഡിന്നറിനായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. അമ്മ വരുമ്പോ അവൾ എന്തായാലും കൂടെ വരും. എന്താ അതുപോലെ ഇങ്ങനെ ചോദിക്കും. ആ അത് മതി അത് മതി, എന്തായാലും നമുക്കൊരു ഡിന്നറിന് അമ്മേനെ പോയി വിളിക്കാന്നും പറഞ്ഞ് അമ്മയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അതേ ടൈമിങ് ഇപ്പോഴും ഗ്രാൻഡ്മയുടെ അടുത്തിരിക്കുവാണ്. അപ്പൊ തന്നെ ഗ്രാൻഡ്മ, ഞാൻ അവർക്ക് ഒരു വീട് കൊടുത്തു, അത് നീ എന്തിനാണെന്ന് ചോദിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. അതിന്റെ ആവശ്യം എനിക്കുണ്ടോ? അതൊക്കെ ഗ്രാൻഡ്മയുടെ ഇഷ്ടമല്ലേ, ഗ്രാൻഡ്മയുടെ സ്വത്ത്, അത് എന്ത് ചെയ്യണമെന്ന് ഗ്രാൻഡ്മയാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഞാൻ കടന്നു കയറുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും അകത്തേക്ക് കയറി വരും. അവരെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും, നീ എന്തായാലും വന്നില്ലേ, നീ ഇനി ഗ്രാൻഡ്മനെ നോക്കിക്കോ, ഞാൻ പോയിട്ട് നെക്സ്റ്റ് ഡേ വരാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകും. അപ്പൊ തന്നെ ഗ്രാൻഡ്മ ഹുവാനെ പിടിച്ചെടുത്തിട്ട്, ആ ഒരു വീട്ടിലെ നിന്റെ ഗ്രാൻഡ് പേയുമായിട്ട് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ താമസിച്ച വീടാണ്, അതുകൊണ്ടാണ് ആരുടെ അടുത്തും ഇതിനെപ്പറ്റി ഒന്നും പറയാണ്ടിരുന്നത്. അത് ഓർക്കാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പോലും ഈ വീടുള്ള കാര്യം ഞാൻ പറയാണ്ടിരുന്നത്. ഇതും പറഞ്ഞ് നീ എന്റെ അടുത്ത് വഴക്കിടില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഗ്രാൻഡ്മ, അത് ഗ്രാൻഡ്മയുടെ വീടല്ലേ, ആ ഒരു സ്വത്തിനെ പറ്റി എപ്പോ പറയണമെന്ന് ഗ്രാൻഡ്മയുടെ മാത്രം ചോയ്സ് ആണ്, അതിലേക്ക് ഞാൻ ഇടപെടുന്നത് ശരിയൊന്നുമല്ല. എന്തായാലും ഗ്രാൻഡ്മ ഒരു മിനിറ്റ് നിൽക്കെന്നും പറഞ്ഞ് 6 മാസത്തെ റെന്റ് ഗ്രാൻഡ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. ഇതിപ്പോ 6 മാസത്തെ റെന്റ് ആണ്, ഇതിൽ കൂടുതൽ ഞങ്ങൾ താമസിക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ ബാക്കിയുള്ള റെന്റ് ഇട്ട് തന്നേക്കാന്ന് പറയും. അപ്പൊ തന്നെ ഗ്രാൻഡ്മയും, നിനക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സ്ട്രെങ്ത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് അത്രക്ക് ശരിയല്ല, നിന്റെ ചുറ്റുമുള്ളവരെ കൂടി നീ ഒന്ന് വിശ്വസിക്കണോന്ന് പറയും. അങ്ങനെയല്ല ഗ്രാൻഡ്മ, എനിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് ഗ്രാൻഡ്മക്കും അറിയാമല്ലോ. പിന്നെ ഒരു കാര്യം ഗ്രാൻഡ്മയുടെ അടുത്ത് പറയാനായിട്ട് വിട്ടുപോയി, ജിയുടെ ജ്വല്ലറി ബിസിനസിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരുപാട് ലൈവ് ഒക്കെ അവൾ ഇടുന്നുണ്ടെന്നും പറഞ്ഞ് ആ പേജ് ഒക്കെ കാണിച്ചു കൊടുക്കും. എന്തായാലും ജിയുടെ ജ്വല്ലറീസ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല യൂണിക് ആണ്. എന്തായാലും അവള് ലൈവ് ഇടുമ്പോ എങ്ങനെ ഇത് കാണാനായിട്ട് പറ്റും, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നീ എനിക്കും പറഞ്ഞതാ, ഞാനും അവളെ സപ്പോർട്ട് ചെയ്യാന്നറിയും. ആ ഓക്കെ, അതൊക്കെ പറഞ്ഞു തരാം, ഇപ്പൊ ആദ്യം ഗ്രാൻഡ്മ റെസ്റ്റ് എടുക്കണം, ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം ഞാൻ എല്ലാം പറഞ്ഞു തരാന്ന് പറയും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മിങ് ഗ്രാൻഡ്മേനെ കാണാനായിട്ട് വരും. അവിടെയാണെങ്കിലോ ഷിംഗ്ലി ഹോട്ടലിലുള്ള ഹെഡ് ഷെഫ് ഗ്രാൻഡ്മക്ക് ഫുഡുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ അതെല്ലാം കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. അങ്ങനെ മിങ്ങും ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് വന്നിരിക്കും. മോനെ, ഷാന തന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാൻ വായിച്ചു നോക്കി, പക്ഷെ അതെന്തോ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഷിംഗ്ലി ഹോട്ടലിലുള്ള എല്ലാ സ്റ്റാഫിനെയും മാറ്റണമെന്നൊക്കെയുണ്ട്, അതൊക്കെ ശരിയാകുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നല്ല ഗ്രാൻഡ്മ, നമ്മുടെ കീഴിലുള്ള എല്ലാ സ്റ്റാഫ്സും ഒരേപോലെ ട്രെയിൻ ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കണം, അത് നിർബന്ധമാണ്, അതിനാണ് ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ ഗ്രാൻഡ്മയും, നീ ജോലിയിൽ ഇത്തിരി കണ്ണിങ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഷിംഗ്ലി ഹോട്ടല് എന്റെ കുടുംബത്തിനെ പോലെയാണ് ഞാൻ കാണുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വർക്കേഴ്സും എന്റെ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സ് ആണ്. ഇപ്പോ എനിക്ക് ഫുഡ് തന്നിട്ട് പോയ ഹെഡ് ഷെഫില്ലേ, അവനെ എന്റെ സ്വന്തം മോനെ പോലെയാണ്, എന്താ ആപത്ഘട്ടത്തിലും എന്റെ കൂടെ അവൻ നിൽക്കും. അപ്പോ അവരെയൊക്കെ പിരിച്ചുവിടാൻ പറയുന്നത് അത്രക്ക് ശരിയല്ല, എന്തായാലും ഇതൊന്നും ശരിയാവില്ല എന്ന് പറയും. ഗ്രാൻഡ്മ, നിങ്ങൾ എന്തായാലും സങ്കടപ്പെടേണ്ട, റൂൾസ് ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യാം, പിന്നെ നമ്മുടെ ആ ഹോട്ടലില് ഇൻചാർജ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഹുവാനേനെ അപ്പോയിന്റ് ചെയ്യാം, അവള് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഹുവാനേന ഗ്രാൻഡ്മക്കും ഒരുപാട് വിശ്വാസം അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും നീ കൊള്ളാലോ, മുൻപത്തെ പോലെയല്ല, മുന്നേറി വരുന്നുണ്ട്, ഇങ്ങനെ പോയാല് എന്റെ പ്രായം എത്തുമ്പോൾ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും, എന്തായാലും നീ ഇവിടെ ഇരിക്കും, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പയ്യെ ഗ്രാൻഡ്മയും ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. പയ്യെ ഫുഡൊക്കെ കഴിച്ചാൽ മതി ഗ്രാൻഡ്മ, എപ്പോഴും ഗ്രാൻഡ്മ ഹെൽത്തി ആയിട്ടിരിക്കണം. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ ഗ്രാൻഡ്മക്ക് പുതിയൊരു ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്ത് തരുമെന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ് ഗ്രാൻഡ്മയും നിൽക്കും. അതേ ടൈം ജി ആണെങ്കിലും അവളുടെ പേജിൽ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് തുടങ്ങും. അവൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹുവാനയും ഷാവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ലൈവ് സ്ട്രീമിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അവൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവസാനം അവളുടെ എക്സ് ഹസ്ബൻഡ് ഇവൾക്കെതിരെ ചെയ്ത ഒരുപാട് ചതിയുടെ തെളിവുകളൊക്കെ ലൈവിലേക്ക് കാണിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ഹുവാനയാണെങ്കിലോ ലൈവ് സ്ട്രീമിംഗ് ഓഫ് ആക്കും. എല്ലാ തെളിവുകളും ഒരേ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല, അയാൾ ഒരുപാട് ഫേമസ് ആണ്, നമുക്ക് പബ്ലിക് സപ്പോർട്ട് കുറവല്ലേ, അതുകൊണ്ട് നമുക്ക് പതിയെ പതിയെ പോവാന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജി വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്യും. എന്റെ ഹസ്ബൻഡ് എന്നെ ചതിച്ചതാണ്, അതിനുള്ള തെളിവ്
തെളിവുകളെല്ലാം എന്റെ കയ്യിലുണ്ട്, അത് പതിയെ പതിയെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം, എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങനെ ലൈവിൽ പറയാനായിട്ട് തുടങ്ങും. ഈ ഒരു ലൈവ് സിയുടെ എക്സ് ഹസ്ബൻഡും അതേപോലെ ഗ്രാൻഡ്മയും കാണുന്നുണ്ട്. ലൈവ് ഒക്കെ കണ്ടതിന് ശേഷം ഇവൾക്ക് ഗിഫ്റ്റ് അഴക്കാൻ പറ്റില്ലേ, എങ്ങനെയാടാ മോനെ ഇതില് ഗിഫ്റ്റ് അഴക്കുന്നത്, 2-3 ഗിഫ്റ്റ് അവൾക്ക് അയച്ചു കൊടുക്ക്, എന്റെ സപ്പോർട്ടും കൂടി അവൾക്ക് കിട്ടട്ടെ എന്ന് പറയും. അങ്ങനെ ലൈവ് സ്ട്രീമിങ്ങും അവസാനിക്കും. മൊത്തത്തില് 100 വ്യൂസ് പോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ജി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഷാവു ആണെങ്കിലോ ആകെ 100 വ്യൂസ് മാത്രമേ പോയിട്ടുള്ളൂ, ഇതൊരു ചെറിയ നമ്പറാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന നീ വായടച്ച് മിണ്ടാണ്ടിരിക്ക്, 100 വ്യൂസ് പോയാലെന്താ, ഇത് തന്നെ അധികമല്ലേ, ഈ വ്യൂസ് പോയതില് 2-3 ഓർഡേഴ്സ് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഇത് നമുക്ക് ബെനിഫിറ്റ് അല്ലേ എന്നും പറഞ്ഞ് ഹുവാനയും സീന ആശ്വസിപ്പിക്കും. അങ്ങനെ ലൈവ് എല്ലാം കഴിഞ്ഞ് ഹുവാന പുറത്തേക്ക് ഇറങ്ങുമ്പോ ഹുവാനെ വെയിറ്റ് ചെയ്ത് മിങ്ങി നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ലൈവ് സ്ട്രീമിങ്, നല്ല രീതിയിൽ പോയോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓ സാറെന്താ ഇവിടെ, ലൈവ് സ്ട്രീമിങ് നല്ല രീതിയിൽ പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അതിനൊന്നുമല്ല, നീ എന്തായാലും കാറിലേക്ക് കയറിയിരിക്കും, ഒരു സ്ഥലത്തേക്ക് നീ എന്നെ കൂട്ടിക്കൊണ്ട് പോണോന്ന് പറയും. ആക്ച്വലി ഗ്രാൻഡ്മ റെഗുലർ ആയിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇപ്പൊ രണ്ടുപേരും കൂടി വന്നിട്ടുള്ളത്. എന്തായാലും എന്റെ ഐഡിയ അനുസരിച്ച് വേണം ഗ്രാൻഡ്മക്ക് ഡ്രസ്സ് തയ്ക്കാനെന്ന് പറയും. അപ്പോ എന്റെ ഐഡിയ ആവശ്യമില്ല, ദേ ഇതാണ് ഷോപ്പ്, അന്നാ ഞാൻ പോവാണെന്ന് പറയും. ഓക്കെ നിന്റെ ഐഡിയ ആവശ്യമാണ്, എന്തായാലും നീ എന്റെ കൂടെ വാ, നിന്റെ ഐഡിയയും കൂടി ആഡ് ചെയ്തോളാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഈ ഷോപ്പിലേക്ക് കയറും. അപ്പോ ഒരാള് ഇറങ്ങി വന്നിട്ട്, ഓ മോളെ നീയോ, ഇതാരെ കൂടെ ഉള്ളത്, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ, കാണാൻ നല്ല ക്യൂട്ടാണല്ലോ, ബോഡി നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇവൻ എന്തായാലും നല്ലൊരു സൂട്ട് നമുക്ക് അങ്ങോട്ട് തയ്ക്കാന്ന് പറയും. അയ്യോ അങ്ങനെയൊന്നും അല്ല അങ്കിൾ, ഇയാൾ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, ഗ്രാൻഡ്മക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. ഓക്കെ മോളെ എന്നും പറഞ്ഞ് പുള്ളിക്കാരനും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരുപാട് ക്വാളിറ്റി തുണികളൊക്കെ വന്നിട്ടുണ്ട്, ഇതിലേത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി, അടിപൊളി ഒരു ഡ്രസ്സ് ഗ്രാൻഡ്മക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാന്ന് പറയും. ഉടനെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു തുണി കാണിച്ചു കൊടുത്ത് എന്തായാലും ഇതിൽ സ്റ്റിച്ച് ചെയ്തോളാനായിട്ട് മിങ്ങ പറയും. അപ്പൊ തന്നെ ഹുവാന വേണ്ട അതിൽ സ്റ്റിച്ച് ചെയ്യണ്ട, ഗ്രാൻഡ്മക്ക് അത് അത്രക്ക് കംഫർട്ടബിൾ ആകില്ല, സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ഇല്ലേ, ആ ഒരു മെറ്റീരിയല് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ അയാളും ഓരോരോ മെറ്റീരിയൽ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. അതിലൊരു അഭിപ്രായം മിങ്ങ പറയാനായിട്ട് വരുമ്പോ അത് ശരിയല്ല, ഇതിങ്ങനെ വേണം അതിങ്ങനെ വേണോന്ന് പറഞ്ഞ് ഹുവാന എടുത്തെടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം മിങ്ങിന് തന്നെ വല്ലാണ്ട് ദേഷ്യം കയറും. ഹലോ മിങ്, നിങ്ങൾക്ക് ശരിക്കും ഗ്രാൻഡ്മക്ക് എന്ത് ടേസ്റ്റ് ആണ് ഉള്ളതെന്ന് അറിയില്ല, നിങ്ങളുടെ വിചാരം ഗ്രാൻഡ്മ എന്തോ ചെറിയ പെൺകുട്ടിയാണെന്നാണ്, അങ്ങനെയല്ല, ഗ്രാൻഡ്മ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. എന്റെ ഗ്രാൻഡ് പേനെ മാരേജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് പേനെ മാരേജ് ചെയ്ത് അതിനുശേഷം ഡിവോഴ്സ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീയാണ്. അതുമല്ലാണ്ട് തന്റെ ഓപ്പറേഷന് തന്റെ കൈയെഴുത്ത് തന്നെ ഇട്ടുകൊടുത്ത് അതിൽ നിന്ന് മുന്നേറി വന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാന്ന് പറയും. അങ്ങനെ അയാളും ഹുവാനയുടെ കൂടെ സപ്പോർട്ട് ചെയ്യും. ഇനി അടുത്തത് മെഷർമെന്റ് ആണ്, മെഷർമെന്റ് ഒന്ന് പറയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാനയും അപ്പൊ തന്നെ മനപ്പാടം പഠിച്ചു വെച്ച പോലെ തന്നെ ഈസി ആയിട്ട് മെഷർമെന്റ്സ് ഒക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഇത് കാണുമ്പോ മിങ്ങിനും ഒരുപാട് ഹാപ്പി ആകും. ഇവള് സൂപ്പർ ആണെന്നും പറഞ്ഞ് ഹുവാനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അതേ ടൈം സീനയും ഷാവിനെയും കാണിക്കാണ് ഓരോ കമ്മലുകളൊക്കെ ഇട്ടിട്ട് മോഡൽ നോക്കി പുള്ളിക്കാരുടെ കാത് ഒരുപാട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഷാവ് അവൾക്ക് അതില് മെഡിസിൻ ഒക്കെ വെച്ചു കൊടുക്കും. ജി നിന്റെ കാത് ഒരുപാട് വേദനിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താടാ നീ ഒരു തവണ പോലും നിന്റെ കാത് കുത്തി നോക്കിയിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് അവന്റെ 2 കാതും പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ജി ഇങ്ങനെ അടുത്ത് വരുന്തോറും ഷാവിനാണെങ്കിൽ ആകെ നെർവസ് ആകും, ഹാർട്ടൊക്കെ വല്ലാണ്ട് പടപടാന്ന് ഇടിക്കാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ ജിക്കും ഹാർട്ടൊക്കെ തുടിക്കാനായിട്ട് തുടങ്ങും. എന്താടാ ഇതൊരു പുതിയ ഫീൽ ആണല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരി ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് മതി ഇവിടെ ഇരുന്നതൊക്കെ മതി, പുറത്തേക്ക് പോ, അവിടെ എന്തെങ്കിലും എടുക്കാനുണ്ടാകും, അതെടുത്തുകൊണ്ട് അകത്തേക്ക് വാന്നും പറഞ്ഞിട്ട് ഷാവിനെ അവിടെ നിന്ന് പറഞ്ഞെടുക്കും. ഷാവ് എന്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്തോ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ജി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. അതേ ടൈം ഹുവാനയുടെ പാരന്റ്സിനെ കാണിക്കാണ്. ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരിക്കും. അപ്പൊ തന്നെ അച്ഛനും വന്നിട്ട് എന്തായാലും ഇന്ന് അമ്മ ഡിസ്ചാർജ് ആകും, ഇന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് അമ്മേനെ ഡിന്നറിനായിട്ട് ക്ഷണിക്കാം. അപ്പൊ ഹുവാനയും അമ്മയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയും. ഇത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്, പക്ഷെ ഞാൻ ചിന്തിച്ചത് വേറെയാണ്, അമ്മേനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം, എന്നിട്ട് അമ്മേനെ ഞാൻ നോക്കിക്കോളാം, അമ്മ ഇവിടെ ഉള്ളപ്പോ ഹുവാനയും വേറെ എങ്ങോട്ടും പോവില്ല, ഹുവാനയും നമ്മുടെ കൂടെ വന്ന് താമസിക്കില്ലേ, എങ്ങനെയുണ്ട് ഈ ഐഡിയ, സൂപ്പർ അല്ലേ എന്നിങ്ങനെ ചോദിക്കും. സൂപ്പറാണ്, ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ അമ്മേനെ പോയി കാണാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കാറും എടുത്ത് ഇറങ്ങും. പോകുന്ന വഴി ഹുവാനെ വിളിച്ചിട്ട് എന്തായാലും ഗ്രാൻഡ്മ ഡിസ്ചാർജ് ആവാൻ പോവല്ലേ, ഞാനൊരു ബൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കൂടി എടുത്തോന്ന് പറയും. അങ്ങനെ ആ ബൊക്കെയൊക്കെ വാങ്ങി അച്ഛൻ നേരെ ഗ്രാൻഡ്മനെ കാണാനായിട്ട് റൂമിലേക്ക് കയറി ചെല്ലും. ആ ടൈമിന് ഗ്രാൻഡ്മ ഏതോ ഒരു ഫയലില് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ തന്നെ അച്ഛനും ആ ബൊക്കെയൊക്കെ എടുത്ത് അകത്തേക്ക് കയറി ചെല്ലും. അമ്മ ഇന്ന് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഈ ഡ്രസ്സ് ഏതാണ്? ഹുവാന ഡിസൈൻ ചെയ്ത ഡ്രസ്സാണോ? ഹുവാനക്ക് നല്ല സെലക്ഷനാ ഉള്ളത്, അതേപോലെ ഹുവാനയാണ് ഈ ബൊക്കെ ഓർഡർ ചെയ്തതെന്ന് പറയും. എന്തായാലും നിന്റെ മകൾക്കുള്ള പോലുള്ള കഴിവ് ഇവിടെ വേറെ ആർക്കും ഇല്ല, അവള് നല്ല സൂപ്പർ ആണെന്ന് പറയും. അപ്പൊ തന്നെ അച്ഛനും ഇന്നെന്തായാലും അമ്മനെ ഡിസ്ചാർജ് ചെയ്യില്ലേ, അപ്പൊ ഞാൻ ഇത് നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് പോയാലോ എന്ന് എന്നെ ചോദിക്കും. ആ മോനെ പോകാം, നമ്മൾ ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായില്ലേ, എന്തായാലും നമുക്ക് പോവാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അമ്മനെ പിക്കപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറയും. വേണ്ട വേണ്ട, നീ എന്തായാലും പോയിക്കോ, മിങ്ങ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഡിന്നറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് അച്ഛനും അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം അപ്പൊ തന്നെ ഹുവാനക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കും. നീ നല്ല അടിപൊളി ഫ്ലവർ ബൊക്കെയാണ് എനിക്ക് അയച്ചിട്ടുള്ളത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയും. ആണോ ഗ്രാൻഡ്മ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായോ? എന്നാലേ ഒരു സർപ്രൈസും കൂടി ഞാൻ ഗ്രാൻഡ്മയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്, അത് ഡിന്നറിന് വരുമ്പോൾ തരാന്ന് പറയും. ആണോ, എന്തായാലും ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മ അങ്ങനെ തന്നെ കോള് കട്ട് ചെയ്യും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.